ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നമ്മുടെ ആദർശ നയനയോട് ചോദിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിടിച്ച് നിന്നുകൂടായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് ആദർശേട്ടനില്ലാതെ പറ്റില്ല, ആദർശേട്ടൻ എന്താ ഞാൻ വന്ന ഇഷ്ടമായില്ലേ എന്ന് നയന ചോദിക്കുമ്പോൾ അമ്മയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് സങ്കടം തോന്നിയിടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. എനിക്കും സങ്കടമില്ല എന്നൊന്നും ആദർശേട്ടൻ കരുതണ്ട ആദർശേട്ടാ, പക്ഷേ ആദർശേട്ടൻ ഇല്ലാത്തത് കൊണ്ട് രാത്രിയൊന്നും എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ ആയിരുന്നു എന്ന് ആദർശ നയനയോട് പറയാം. ഇതിനെല്ലാം ഒരു മാറ്റം വരണം. നമ്മുടെ തറവാട്ടിലില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നത് അമ്മയച്ഛനും മാത്രമല്ല, മുത്തച്ഛനും ഇളയച്ചനും അതൊന്നും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇനി വിശ്രമിക്കാൻ നമുക്ക് നേരമില്ല. കിരൺ ഇനി എനിക്ക് കൂടുതൽ സമയം മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി. അവനും കല്യാണിക്കും ഒക്കെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല വേദനയും ഉണ്ട്. പിന്നെ അവരും ഇപ്പം വലിയൊരു പ്രതിസന്ധി നേരിട്ടതല്ലേ ഉള്ളൂ. ആ ഗംഗാപ്രസാദിൻ്റെ കാര്യമൊക്കെ നിനക്കറിയാലോ. ഇതുപോലുള്ളൊരു സാഹചര്യത്തിലൂടെ അവർ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളതല്ലേ. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം നയനയെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ കാരണവന്മാരും കൂടി പടുത്തുയർത്തിയ ആ ഒരു ജ്വല്ലറിക്ക് ഒരു പിഴവ് പോലും സംഭവിക്കാൻ പാടില്ല. മൂർത്തി ജ്വല്ലറി വീണ്ടും കുതിച്ചുയരണം. അപ്പോൾ അതിനിടയിൽ വിഷുവിന് ജ്വല്ലറിക്ക് വലിയ തകർച്ച വരുമെന്ന് എല്ലാവരും പറയുന്നത് ആദർശേട്ടാന്ന് പറയുമ്പം അതെന്തായാലും ഉണ്ടാകും, അത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോഴേ ശത്രുക്കളൊക്കെ സന്തോഷിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു. പെട്ടെന്നൊരു വളർച്ച ഉണ്ടായവർക്ക് അതുപോലെ തളർച്ചയും വരുമെന്ന കാര്യവും പറയാം. ഏത് വിജയവും അധ്വാനിച്ച് തന്നെയാണ് നേടേണ്ടത്. അധ്വാനമില്ലാതെ ചതിയിലൂടെ എന്ത് നേടിയാലും അത് അവരുടെ മുന്നിൽ തകർന്നു വീഴുന്നത് അവർ തന്നെ കാണേണ്ടി വരുമെന്ന കാര്യം പറയുവാണ് ആദർശ നയനയോടെ. പിന്നെ അങ്ങനെ ഇവർ കുറേ കാര്യമൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയും അച്ഛനും കൂടെ കൈകൊട്ടി ചിരിച്ച് ആഘോഷിക്കുക. അതായത് നയന ഇറങ്ങിപ്പോയ കാര്യം മകൾ വന്ന് അച്ഛനോട് പറഞ്ഞേ. അപ്പോൾ അച്ഛൻ അറിയാലോ, അവളാ ആ തറവാടിനെ പൊളിച്ചടിക്കിയത്. ഇനി അവളുടെ ചേച്ചിയും കൂടി ഉണ്ട് എന്ന് പറയുമ്പം അവളവിടെ നിൽക്കട്ടെ മോളെ, അവൾ നമുക്കൊരു തുറുപ്പ് ചീട്ടാണെന്ന് പറയുവാണ് അച്ഛൻ. മോളും മരുമോനും കൂടെ പടിയിറങ്ങി പോയതുകൊണ്ടേ ഇനിയിപ്പോൾ നവ്യോട് സത്യം പറയുമെന്ന് അറിയില്ല എന്ന് അവന്തിക പറയുമ്പം അങ്ങനെ സത്യമൊന്നും പറയാൻ വഴിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവ്യയുടെ സ്വഭാവം വെച്ചിട്ട് അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ചിലപ്പോൾ അവൾ ആത്മഹത്യ വരെ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടെന്ന് അച്ഛൻ മകളോട് പറഞ്ഞു. അങ്ങനെ വന്നാലേ അഭി ജയിലിൽ പോകും എന്ന് മാത്രമല്ല, ആ നയനയെ പോലെ അല്ല നവ്യ. അവൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാനേ കഴിയാത്തൊരു പെൺകുട്ടിയാണെന്നും ചിലപ്പോൾ അവൾ അഭിയെ കോടതി കയറ്റിയെന്നും ഇരിക്കുന്ന കാര്യം പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൊന്നൊന്നും ഇരിക്കും. അങ്ങനെ ഒരുത്തിയാണ് അവളെന്നും പറഞ്ഞിട്ട് അച്ഛൻ പറയണു. വിവാഹത്തിന് മുൻപ് ചില ചുറ്റക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മോളെ, അതത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നും അല്ലെന്ന് അച്ഛൻ പറയാം മകനെ പറ്റി മകളോട്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കണം. അബദ്ധം പറ്റിയാലേ അത് മൂടി വയ്ക്കാനുള്ള കഴിവും വേണം എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുക. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവൾ അമ്മയായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ അനഘ എന്ന പെൺകുട്ടിയെ മാത്രം ഇല്ലാണ്ടാക്കിയാൽ പോരാ എന്നും പിന്നെ അവളിലുണ്ടായ ആ കുഞ്ഞും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറയാം. അതൊക്കെ മനസ്സിലാക്കിയിട്ടാ നയന ആ കുഞ്ഞിൻ്റെ അമ്മയായതെന്നും ആദർശേട്ടൻ അച്ഛനായതും എന്ന് അവന്തിക ഇങ്ങ് പറയണേ. എന്നും അഭിയേട്ടനെതിരെ പിടിക്കാനുള്ള ഒരായുധമാണ് അവർക്ക് ആ കുഞ്ഞ് എന്ന് അവന്തിക പറയുമ്പം മോള് വിഷമിക്കേണ്ടെന്നേ. മൂർത്തി ജ്വല്ലറിക്ക് ഇങ്ങനൊരു ഇടിവുണ്ടാകുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? ആ ആദർശ് MD സ്ഥാനം ഒഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? അതൊക്കെ സംഭവിച്ചില്ലേ. ഇപ്പം ആ വീട്ടിലെ എല്ലാവർക്കും മുത്തശ്ശനോട് എതിർപ്പാണെന്ന് പറയുമ്പം അങ്ങനെ തന്നെ വേണം മോനെ. അയാളെ എല്ലാവരും തള്ളി പറയണമെന്ന് ഇയാൾ പറയണം. അയാളുടെ നിഴലായി നടന്ന അയാളുടെ ഭാര്യ പോലും അയാളെ തള്ളി പറയണം. പിന്നെ അവിടെ ബുദ്ധി വികസിക്കാത്ത 2 ഉണ്ടല്ലോ, അയാളുടെ മക്കള്, നിന്റെ അമ്മാവന്മാര്. അവന്മാർ മൂർത്തി എന്ത് പറഞ്ഞാലും അതിനപ്പുറം ചലിക്കത്തില്ല എന്നും പറഞ്ഞു. പിന്നെ സ്വന്തം മോനെ പുറത്താക്കിയാലും ജയൻ മൂർത്തിക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. അതൊക്കെ ആ വീട്ടിനകത്ത് പല രീതിയിലുള്ള സംസാരത്തിന് കാരണങ്ങളാകുമെന്നൊക്കെ ഇയാൾ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ വസുന്ധരാമയും മൂർത്തിയും തമ്മിൽ തെറ്റട്ടെന്നേ, ജയനും ദേവയാനിയും തമ്മിൽ തെറ്റട്ടെ, അങ്ങനെ എല്ലാവരും പരസ്പരം അടിക്കട്ടെ. എന്തായാലും ഒന്ന് ചെറുതായിട്ട് അടി പതറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എളുപ്പമായി എന്നും അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കണം. കുടുംബം തകരുമ്പോഴേ ബിസിനസ്സും തകർന്നോളും, അതിനൊരു മാറ്റവും ഇല്ല. സ്വസ്ഥതയുള്ള മനസ്സുകൾക്ക് മാത്രമേ ശാന്തമായി ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മുതലാളിമാർ തമ്മിൽ മത്സരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷെ വീട്ടിനകത്ത് മനസ്സമാധാനം കിട്ടിയില്ല എങ്കിൽ അവർ അടിമുടി തകരും. പിന്നെ മൂർത്തി ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, വെട്ടിപ്പിടിച്ചതൊക്കെ വെറുതെ ആയി പോയിന്ന്. എന്താ അയാളുടെ മനസ്സിലൊന്നും അറിയില്ലല്ലോ അച്ഛാ.
അതുപോലെ പരുക്കൻ രീതിയിലാണ് ഇപ്പം നോട്ടവും പെരുമാറ്റവും ഒക്കെ എന്ന് അവന്തിക പറയുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം മോളെ. അയാൾ കുടുംബത്തെക്കാളും അയാളുടെ മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും സ്നേഹിക്കുന്നത് അയാളുടെ ബിസിനസ്സിനെ തന്നെയാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ബിസിനസ് തകർന്നാൽ മൂർത്തി മറ്റൊരു മനുഷ്യനാകും എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് അവധിക പ്രതീക്ഷകളോടുകൂടി ഇരിക്കുക. പക്ഷെ മുത്തശ്ശൻ്റെ മനസ്സിലിപ്പോൾ എന്താണ് നീ മന്ദബുദ്ധികൾ അറിയുന്നുമില്ല. ഇവരുടെ അടിവേര് തോണ്ടാനാണ് മുത്തശ്ശൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുക രണ്ടും കൂടി. എന്തായാലും അയാൾ എല്ലാവരെയും വെറുക്കണം, അയാളെയും എല്ലാവരും വെറുക്കണം. പ്രായത്തിൻ്റെ അവശതയുള്ള മൂർത്തിക്ക് ഇനി പഴയ പ്രതാപത്തിൽ വിരാജിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് അച്ഛൻ മകളോട് പറയുന്നു. ഇനിയുള്ള അയാളുടെ അവസ്ഥ അതിദയനീയമായിരിക്കും മോളെ, ദയനീയമായിരിക്കും എന്നൊക്കെയാണ് അച്ഛൻ മോളോട് പറയുന്നത്. ഇത് കേട്ട് മോള് ഭയങ്കര ചിരിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ജാനകിയും അതുപോലെ അജയനും ഒക്കെ കൂടെ ചെന്ന് അച്ഛനോട് സംസാരിക്കുക. അപ്പം അച്ഛ അനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു കേട്ടോ. അവനെ ആരും ഇതൊന്നും അറിയിച്ചിട്ടുമില്ല എന്നും പറയുന്നു. അന്നേരം മുത്തശ്ശനെ നോക്കുക. അവനിതൊക്കെ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവനിത് സഹിക്കാൻ പറ്റുമോ? ആദർശിൻ്റെ നിഴലില്ല അവൻ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം മുത്തശ്ശി അന്നേരം പറയുക. ഇത് കേട്ട് ജാനകി ഇങ്ങനെ നോക്കും. എന്തിനാണ് അവനിങ്ങനെ നിഴലിൽ നിൽക്കുന്നത്? അവൻ അതിൽ നിന്ന് പുറത്തു വരാൻ സമയമായില്ലേ എന്ന് ചോദിക്കുകയാണ്. നേരം അച്ഛൻ. ജാനകി അന്തം പെട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ശരി, ഏട്ടൻ്റെ തണലിൽ കഴിയാനാണ് എനിക്കിഷ്ടം, അതവൻ്റെ കഴിവുകളല്ലേ എന്ന് മുത്തശ്ശിയോട് പറയണം. പിന്നെ അവനിപ്പോൾ ആദർശിനേക്കാളും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് പറയുമ്പം അതിനൊക്കെ ആദർശിൻ്റെ സഹായം ഇല്ല അച്ഛാ എന്ന് അജയൻ ചോദിച്ചു. ഇനി സഹായമില്ലാതെ അവൻ വളരണം എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD സ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്നും അതിലേക്ക് തൽക്കാലം ഞാൻ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നില്ല എന്നും മുത്തശ്ശൻ പറഞ്ഞു. ഇനി ആ കസേര എനിക്കുള്ളതാണെന്ന് പറയുമ്പോൾ അജയൻ ഞെട്ടി. അയ്യോ, ജാനകി അങ്ങോട്ട് നിന്നങ്ങ് തിളങ്ങുക കേട്ടോ. ഇതും കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നിന്റെ മോൻ MD ആകുന്നതിൽ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് അജയനോട് അച്ഛൻ ചോദിക്കുമ്പോൾ, അച്ഛാ അതിപ്പോൾ അങ്ങനെ ചോദിച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്കല്ല എനിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അജയൻ പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആദർശിൻ്റെ അത്രയും കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അച്ഛാ എന്ന് അജയൻ പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൾക്കതങ്ങോട്ട് പിടിച്ചില്ല. അവൾക്ക് അവളുടെ മോനെ MD ആക്കണം എന്നാണെന്ന് ജലജ വന്നത് കേട്ടിട്ട് മനസ്സിൽ പറയാം. അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ ഓരോരുത്തരുടെ ടാലൻറ്റ് മനസ്സിലാക്കാൻ പറ്റൂ. ഇനി മൂർത്തിസ് കമ്പനി അനി ഭരിക്കട്ടെ എന്ന് മുത്തശ്ശൻ. അച്ഛാ എനിക്കതിനോട് പൂർണ്ണമായും യോജിപ്പില്ല എന്ന് അജയൻ. ഇത് കേട്ടപ്പോൾ ജാനകിക്ക് ദേഷ്യം വരുന്നു. നിന്റെ യോജിപ്പ് ആര് നോക്കുന്നു? നിന്നെയും അജയനെയും മാറ്റി നിർത്തിയിട്ട് ആദർശിനെ MD ആക്കാൻ തീരുമാനിച്ചതേ നിന്റെയൊക്കെ അഭിപ്രായം മാനിച്ചിട്ടാണോ? അല്ലല്ലോ. ഹനി വന്നാൽ ഉടൻ തന്നെ അവനെ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ ഇരുത്തുമെന്ന് മുത്തശ്ശൻ പറയാം. അയ്യോ, ജാനകി നിന്ന് തെള്ളിച്ചായിട്ട് സന്തോഷം കൊണ്ട്. അപ്പോഴത്തേക്കും ജലജയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി മുത്തശ്ശൻ്റെ തീരുമാനം കേട്ടിട്ടേ. പിന്നെ അവനും ആദർശനെ പോലെ കമ്പനിയെ താഴേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവനും മാറുമെന്ന കാര്യം മുത്തശ്ശൻ പറയണം. അയ്യോ എന്നും പറഞ്ഞ് ജാനകി നിൽക്കുന്നത്. പിന്നെ ആര് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനുശേഷം എൻ്റെ അഭിയെങ്ങാനും ആ സ്ഥാനത്തേക്ക് അച്ഛൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ എന്ന് ജലജ മനസ്സിൽ അന്നേരം ചിന്തിക്കാം. എന്നിട്ട് അച്ഛാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കൊരു സഹായത്തിന് അഭിയെ കൂടി കമ്പനിയിലേക്കൊന്ന് കയറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ സഹായത്തിനായിട്ട് കയറ്റാൻ പറ്റത്തില്ല, വേണമെങ്കിലേ ഉപദ്രവത്തിനായിട്ട് അവനെ കമ്പനിയിൽ കയറ്റാം, എന്താ അത് മതിയോ എന്ന് മുത്തശ്ശൻ ജലജയോട് ചോദിച്ചു. അന്നേരം ജാനകിക്ക് ചിരി വന്നു. വാ അടച്ചു പിടിച്ച് ചിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഞാനും അത് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് മുത്തശ്ശൻ ജലജയോട് ചോദിക്കുമ്പം മനസ്സിലായെന്ന് പറഞ്ഞു. ജാനകി അന്നേരം കളിയാക്കി ചിരിക്കുക ജലജ. കിട്ടാനുള്ളത് വയറ് നിറയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ജലജ അവിടെ നിന്ന് അങ്ങ് പോയി. എൻ്റെ മകന് രാജയോഗം ഉണ്ടെന്ന് ജ്യോത്സ്യർ പറഞ്ഞത് എത്ര സത്യമാണ്. ഇനി അവനാണ് MD എങ്കിൽ ഞാൻ MDയുടെ അമ്മയാണെന്നും പറഞ്ഞ് മൂർത്തീസ് ഗ്രൂപ്പ് MDയുടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയെടുപ്പോട് കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ ജാനകി. ഇതേ സമയത്ത് അവിടെ പോയി വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ജലജ. എന്നിട്ട് ഇങ്ങനെ നിന്ന് പിച്ചുമ്മയും പറഞ്ഞുകൊണ്ടിരിക്കാം, ഇതുകൊണ്ട് തന്നെ ആരാ രക്ഷപ്പെടാത്തത്? ഓ, ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ മോനൊരു സ്റ്റാഫ് പോലും ആക്കുന്നില്ല. എന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത ഒരുത്തിന് MD കസേരയിൽ ഇരുത്താൻ പോവാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ഇങ്ങനെ വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി കോൾ അടിച്ചല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അനിയെ MD ആക്കാൻ പോവുമല്ലേ, അത് ചെറിയ കാര്യം വല്ലതുമാണോ എന്ന് ചോദിച്ചു ജലജ. അജയേട്ടൻ എന്ത് മനുഷ്യനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഗോൾഡൻ ചാൻസ് വരുമ്പോൾ അത് തട്ടിത്തെറിപ്പിച്ച് കളയാൻ പാടുണ്ടോ? അപ്പോൾ അജയേട്ടൻ എന്ത് പറഞ്ഞാലും അച്ഛൻ അതൊന്നും കേൾക്കില്ല. ഇനി അനി MD സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പിന്നെ എന്ത് തീരുമാനിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ജാനകി. അങ്ങനെ നീ പറയരുത്. അതിന് വേണ്ടിയിട്ടേ
നോക്ക്, നീ നിന്റെ ഭർത്താവിൻ്റെയും അനിയുടെയും മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അജയേട്ടൻ്റെ മനസ്സിൽ കാണും സ്വന്തം മോനെ MD ആക്കണം എന്നുള്ള ആഗ്രഹം. ഇവിടുത്തെ ആണുങ്ങളുടെ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ ജലജയെ, അവരൊക്കെ ഒറ്റക്കെട്ടാന്നേ. എന്തായാലും ഇതൊരു നല്ല അവസരമല്ലേ ജാനകി, ഇപ്പം ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ ഇതുപോലൊരെണ്ണം ഇനി കിട്ടണമെന്നില്ല കേട്ടോ. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ ചെന്നൈയിലാണ് അനി. ആദർശ് വീട് വിട്ടു പോയതും നയന പോയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജാനകി, നിന്റെ മോനൊരു കല്യാണം കഴിച്ചെങ്കിലും അവളുമായിട്ട് കുടുംബജീവിതമൊന്നും നയിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ അവൻ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD ആയിക്കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞതൊന്നും ഒരു പോരായ്മയായിട്ടൊന്നും ആരും കാണത്തില്ലെന്നേ എന്നൊക്കെ പറയാം. അവൻ എടുപ്പത് സ്വർണവും പണവും ഒക്കെ ഉള്ളൊരു പെണ്ണിനെ കിട്ടും. അയ്യോ, ജാനകിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ മോനും ആദർശനൊന്നും ആ ഭാഗ്യം കിട്ടിയിട്ടുമില്ല. പിന്നെ ഒരിക്കലും കയറി വരാൻ പാടില്ലാത്തവളുമാരാ ഈ വീട്ടിലോട്ട് കയറി വന്നത്. അനിയുടെ ജീവിതത്തിലേക്ക് വന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇനിയെങ്കിലും കോടീശ്വരന്മാരുടെ മക്കളെ എനിക്ക് കിട്ടും, ഉറപ്പാ. അതിനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ജാനകി, എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നൊരു പെൺകുട്ടി തന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത്. അന്നേരം അതേ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. അവൻ എപ്പോഴും ആ SI പെണ്ണിൻ്റെ പിന്നാലെയാ, നന്ദുവിൻ്റെയും. അപ്പം നീ അത് കണ്ടോ എന്ന് ജാനകി ചോദിച്ചു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അഭി അങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ അഭി പറഞ്ഞെങ്കിലേ അത് കള്ളമായിരിക്കും. അവൻ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണല്ലോ എന്ന് ജാനകി പറഞ്ഞപ്പോൾ ജലജയ്ക്ക് ദഹിച്ചില്ല. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഗോവിന്ദനും കനകയ്ക്കും വാക്ക് കൊടുത്തതാ ഇനി അനിയെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഇനി അവൻ ആ വഴിക്കൊന്നും പോകത്തില്ല എന്നും പറഞ്ഞു ഈ ജാനകി. എന്നിട്ട് പിന്നെ ആ ബന്ധം നടക്കില്ലെന്ന് അവനോട് ഞാൻ തറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അനി കമ്പനിയുടെ MD ആയാലും ഇല്ലെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി. ജാനകി അത്രയും പറഞ്ഞു പോയപ്പോൾ ജലജയ്ക്ക് അത്രയും സന്തോഷവും സമാധാനവും. ഓരോരോ വിഷയത്തിൻ്റെ പേരിൽ എല്ലാവരും തമ്മിൽ തല്ലുന്നത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ് എന്നും പറഞ്ഞ് ചേച്ചി ഇങ്ങനെ നിൽക്കുക അവിടെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അജയൻ ഫോണിൽ വിളിക്കുക. ശരി മോനെ, ഞാൻ നിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു. അയ്യോ, മോനായിരുന്നു അജയേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അതെ അവനായിരുന്നു. എന്നാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാ നിൻ്റെ കയ്യിൽ തരുന്നത്, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എപ്പോഴായാലും അതൊക്കെ അറിയില്ല അജയേട്ടാ, അത് അവൻ ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന് അജയൻ അന്നേരം പറഞ്ഞു. ഇനി ചെന്നൈയിൽ പോയവന് ടെൻഷൻ അടിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ നാളെ ഇങ്ങോട്ട് എത്തുമല്ലോ. അജയേട്ടാ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഇനി കമ്പനിയുടെ MD നമ്മുടെ മോനാണെന്ന് എന്നും പറഞ്ഞ് അജയൻ അന്നേരം ഒന്ന് ചിരിച്ചു. ഞാനൊരിക്കലും അവന് MD ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ അവന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അവൻ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദർശ് ഒഴിഞ്ഞ കസേര അച്ഛൻ അവന് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അവനുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അജയൻ. അല്ലെങ്കിൽ പിന്നെ അവൻ MD സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അച്ഛൻ പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു ജാനകിയെ. അതെന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അവനെയും ജയേട്ടനെയും എന്നെയും ഒന്നും അച്ഛൻ ആ സ്വത്ത് ഏൽപ്പിക്കില്ല എന്ന് തന്നെയാണ് കരുതിയത്. പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതെന്നും പറഞ്ഞു. അങ്ങനെ പുറത്തുള്ളവർ മൂർത്തി ജ്വല്ലറിയുടെ MD ആയിട്ടില്ലല്ലോ ഇതുവരെ. പാരമ്പര്യമായിട്ട് ഇവിടെയുള്ളവർ തന്നെയല്ലേ അത് കയ്യേറിയിട്ടുള്ളത്. പിന്നെ അത് ബിസിനസ് തകരാത്തത് കൊണ്ടാണെന്നും ഇതിനു മുൻപ് നമുക്ക് ഇങ്ങനൊരു തകർച്ച ഉണ്ടായിട്ടില്ല എന്നും അജയൻ പറയുമ്പോൾ ഇനി അജയേട്ടനായിട്ട് അച്ഛനെ തിരുത്താനായിട്ടും ഒന്നും ശ്രമിക്കേണ്ട കേട്ടോ. നമ്മുടെ മകൻ MD കസേരയിൽ ഇരിക്കുന്നത് നമുക്കൊരു അഭിമാനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ മതി, നിർത്തിക്കോളാൻ പറഞ്ഞു. നിന്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവും ഒക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ജലജയെ പോലെ ആകരുത് നീ, നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ ഇടയ്ക്കൊന്ന് നന്നായതായിരുന്നു, ഇനി പഴയതുപോലെ സ്വഭാവം മാറരുത് എന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ജാനകി ഇങ്ങനെ ഒരു നോട്ടം. ആദർശ് MD സ്ഥാനം ഉപേക്ഷിച്ചതും വീട് വിട്ടു പോയതും എല്ലാവർക്കും വലിയ ഷോക്കായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ഞാനും ചേട്ടനും ഒക്കെ അച്ഛൻ്റെ നിലപാടുകൾ ശരിവെക്കുമ്പോഴും ആദർശില്ലാത്ത വീടിനെ പറ്റിയും കമ്പനിയെ പറ്റിയും ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ അച്ഛനൊപ്പം നിന്ന് നിങ്ങൾ രണ്ടുപേരും ആദർശനെ വിമർശിച്ചതോ? അപ്പോൾ അത് അങ്ങനെയാണ് വേണ്ടത്. ഒരാൾക്ക് വീഴ്ച പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം എന്ന് വെച്ച് ആദർശിരുന്ന കസേരയിൽ അനിയിരിക്കാൻ യോഗ്യനാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവനെ എൻ്റെ മകനാണെങ്കിലും ശരി, അജയേട്ടൻ നോക്കിക്കോ, അവൻ ആ കസേരയിൽ ഇരിക്കുകയും ചെയ്യും, ആദർശിനേക്കാളും നന്നായിട്ട് അവനെ ഏൽപ്പിച്ച ജോലി ചെയ്യുകയും ചെയ്യുമെന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോകുമ്പോൾ ഒന്ന് നിന്നേന്ന് പറഞ്ഞു ജയൻ. നമ്മുടെ മോനെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏട്ടൻ്റെ നിഴലായി നിൽക്കാനേ അവൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ അവൻ്റെ തലയ്ക്ക് മീതെ പറക്കണമെന്നേ അനി ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പം സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴല്ലേ അജയേട്ടാ അതൊക്കെ വിട്ടു പോകരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല ഈ കുടുംബത്തിലുള്ളവരെന്നാ നിന്നോട് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. ചേട്ടനെ ഒഴിവാക്കിയിട്ട് അതിന് മുകളിലേക്ക് എത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല.
അതുപോലെ തന്നെയാണ് ആദർശും അനിയും ഒക്കെ. ആദർശ് വീട് വിട്ടു പോയ കാര്യം അനി ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ അറിയുമ്പോഴേ നമ്മളെക്കാളും കൂടുതൽ അവൻ വേദനിക്കും എന്നുള്ളത് സത്യമുള്ള കാര്യമാണ്. കാരണമേ അത്രത്തോളം അനിയനെ അറിഞ്ഞ് സ്നേഹിച്ച ഒരേട്ടനാണ് ആദർശ്. അത് നീ ഒരിക്കലും മറന്നു പോകരുതെന്നും പറഞ്ഞു. എന്ന് പറഞ്ഞിരിക്കുക ജാനകി. അങ്ങനെ അതും പറഞ്ഞ് അജയൻ അവിടെ നിന്ന് പോയപ്പോൾ നാശം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ നിൽക്കുക. ഇത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇങ്ങനെ സംസാരിക്കാം. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പം എനിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് മുത്തശ്ശനോട് പറയണം. എന്നാലും അത് അറിയുന്നത് വരെ എന്നെ ഇങ്ങനെ ഇട്ട് ശ്വാസം മുട്ടിക്കണ്ടായിരുന്നു എന്ന് മുത്തശ്ശനോട് പറയുക കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് തവണ എന്നോട് തന്നെ ചോദിച്ചു, എൻ്റെ കുട്ടികളുടെ അച്ഛൻ ഇതെന്താ പറ്റിയതെന്ന്. ഇനിയിപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. എൻ്റെ മക്കൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല. ആദർശിൽ എനിക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളതെന്ന് മുത്തശ്ശി ഇരുന്ന് പറയുക. പിന്നെ നമ്മളൊക്കെ കൊഴിഞ്ഞു പോകാൻ പോകുന്നവരാ. എന്നാൽ ഇനി പതിറ്റാണ്ടുകളോളം മൂർത്തീസ് ഗ്രൂപ്പിനെ നയിക്കേണ്ടത് ആദർശാണെന്നും പിന്നെ ഇനി ഒരിക്കലും അവനൊരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ അവൻ ഈ പരീക്ഷണം വിജയിച്ചു വരണമെന്ന കാര്യവും മുത്തശ്ശൻ പറയണം. പിന്നെ അവൻ്റെ മനസ്സിലൊരൊറ്റ ചിന്ത മാത്രമാണുള്ളത്, എൻ്റെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കുന്ന ആ ഒരു ദിവസം. അതിനുവേണ്ടി അവൻ കഷ്ടപ്പെടുന്നത്. നയനമോളുടെ കയ്യും പിടിച്ചുകൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ ശത്രുവിനെ ഞാൻ കണ്ടെത്തി മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ച അവസാനിച്ചു എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് മുത്തശ്ശൻ പറയാം. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാകുമ്പോൾ താനും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ഒന്ന് ചിരിച്ചു. നമുക്ക് വാർദ്ധക്യം ബാധിച്ചെങ്കിലും നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഇവരിയ്ക്കുമ്പോഴാണ് ജയനും ദേവയാനിയും കൂടെ വരുന്നത്. മോളെ കൊണ്ടുവിട്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചു. കൊണ്ടുവിട്ടമ്മയെന്ന് പറഞ്ഞു. ആദർശം ഇവിടുന്ന് പടി ഇറങ്ങി പോയപ്പോൾ എന്നോടൊപ്പം നിന്ന് നിനക്കിപ്പോൾ സെൻറ്റിമെൻറ്റ്സ് തുടങ്ങിയോ ജയാ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല ചന്ന് ജയൻ അന്നേരം അച്ഛനോട് പറഞ്ഞു കേട്ടോ. നയനമോളെ കൊണ്ടുവിടണമെന്നും പറഞ്ഞ് ഇവളെ എന്നെ വിളിച്ചു. അപ്പം ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ ഗസ്റ്റ് ഹൗസിലല്ലേ അവർ താമസിക്കുന്നത്, അവിടെ സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവന്ന്. എന്ന് വെച്ചാൽ സ്വന്തം മോനും മരുമോളും താമസിക്കുന്നിടത്തേക്ക് ഇവരെന്താ ഒന്ന് പോവണ്ടേ? ഇവർ മാത്രമാണോ? നമ്മളും അങ്ങോട്ട് പോകേണ്ടവരല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുമ്പം നമ്മളെന്ന് പറയണ്ട, തനിക്ക് പോകണമെങ്കിൽ പോകാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോകും, എനിക്ക് നയനമോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശി പറയുവാണേ. മോളൊരു അമ്മയാകാൻ പോകുന്ന സമയമാണ് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ പേര് കളഞ്ഞവനാണ് ആദർശ്. അവൻ്റെ മുഖം കാണാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറയണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിന് മറുപടി പറയാൻ നിന്ന ഞങ്ങൾ തമ്മിൽ ഈ പ്രായത്തിൽ ഉടക്കുന്നത് നിങ്ങൾക്കും കാണേണ്ടി വരുമെന്ന കാര്യം മുത്തശ്ശി ദേവയാനിയോട് പറയണം. ഇതിനൊന്നും അവരൊന്നും മിണ്ടുന്നില്ല. നയനമോള് പോയതിനു ശേഷം ആ കൊച്ചൊരേ കരച്ചില ആ ചന്തുമോള്. അതിനെ ഒന്ന് പോയി സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരെയും കൂടി നമ്മുടെ മുത്തശ്ശി പറഞ്ഞു വിട്ടു. അപ്പോൾ ആദർശ് നമ്മുടെ ശത്രുവിനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എന്താണ് നിൻ്റെ മകൻ പറഞ്ഞത് എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ഈ വിഷു കഴിയുമ്പോൾ മിക്കവാറും മൂർത്തി ജ്വല്ലറി താഴെയിൽ നിന്ന് ഒന്നാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മുത്തശ്ശൻ പറയാം. അത്രയ്ക്കൊന്നും താഴോട്ട് പോവില്ല അച്ഛാ എന്ന് ജയൻ പറഞ്ഞു. AN ജ്വല്ലറിയുടെ മുകളിലോട്ട് പോവോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അത് സംശയമാണെന്ന് പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ജയൻ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കേട്ടില്ലേ പറഞ്ഞതെന്ന് ചോദിക്കാം. അവൻ തീവ്ര ശ്രമത്തിലാണെന്ന്. അവൻ നമ്മുടെ ശത്രുവിനെ കൃത്യമായി കണ്ടെത്തും വസുന്ധരെ. അന്നേരം എന്നിട്ട് ഇതുവരെ ഉണ്ടായ പരുക്കുകൾ മാറ്റിയിട്ട് മൂർത്തീസ് ജ്വല്ലറി പഴയതിലും പ്രതാപത്തിലേക്ക് അവൻ എത്തിക്കും എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. നമ്മുടെ പേരക്കുട്ടി വയറ്റിലുണ്ടെങ്കിലും നയനമോൾ ആദർശന് ബലമായി തന്നെ നിൽക്കും. നല്ല ബുദ്ധിയുള്ള പെൺകുട്ടി അവളെന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. ഇതുപോലൊരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഭർത്താവിന് തുണയായിട്ട് ഭാര്യ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. എന്നാലും ഇതുപോലൊരു മുത്തശ്ശൻ ലോകത്ത് എവിടെയും കാണത്തില്ല കേട്ടോ എന്ന് മുത്തശ്ശി. അതുകൊണ്ടാണ് നമ്മുടെ ജ്വല്ലറി വേറിട്ട് നിൽക്കുന്നതെന്ന് പറയാം. നമ്മളെല്ലാവരും പോലെ ആയിക്കഴിഞ്ഞാൽ വിജയങ്ങൾ കൈപ്പടിയിൽ ഒതുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല എന്ന് മുത്തശ്ശൻ പറയുവാണ് മുത്തശ്ശിയോട്. എന്നെക്കാളും വളരണം ആദർശ്. മരണശേഷം നമ്മുടെ ആത്മാവിനും രാജാവിനെ പോലെ തലയെടുത്തി പിടിച്ച് നിന്നുകൊണ്ട് ആദർശ് മോനെ കാണാൻ കഴിയണം. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇതുപോലെ കഠിനമായ പരീക്ഷണങ്ങൾ കൊടുക്കാതെ വീട്ടുകാർ പിള്ളേരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുകയാണെന്നും ചില വീടുകളിൽ മദ്യപാനവും പുകവലിയും എല്ലാം ഒന്നിച്ചാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനും മക്കളും തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് തന്നെയാണ്. അതുകൊണ്ട് അവർക്കിടയിൽ വഴക്കുണ്ടാകുമ്പോൾ അച്ഛനമ്മമാർ തല്ലുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച് വരുമ്പോൾ മാത്രമേ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്നും അവരുടെ ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ എന്നും മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നത്. അതും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി അതെ ഇനി അവനുണ്ടല്ലോ അവനെപ്പോലെയുള്ളവർക്ക് എങ്ങനെയൊക്കെ ട്യൂഷൻ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അതുപോലെയല്ല ആദർശിൻ്റെയും അനിയുടെയും കാര്യം.
ആദർശം മാറിയപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അനിയെ MD ആക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് അവനും കഴിവ് തെളിയിക്കണം എന്ന കാര്യമൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുക. പിന്നെ ആദർശ് കുറച്ച് ദിവസം മാറി നിന്നാൽ അവനൊരവശത വന്നാൽ ആ സമയത്ത് കമ്പനിയെ നയിക്കാൻ അനിക്ക് കഴിയണം. അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശി ഒന്ന് ചിരിച്ചു. എൻ്റെ 2 കൊച്ചുമക്കളെയും വേദനിപ്പിക്കാനല്ല, മറിച്ച് അവർ കുറച്ചുകൂടി ഉയരത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും. അതിനിടയിൽ എന്നെ വെറുക്കുന്നവർ വെറുത്തോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അവിടെ നിന്ന് മുത്തശ്ശൻ സംസാരിക്കുമ്പം ദേവയാനി ഇങ്ങനെ ചന്തമോളുടെ അടുത്തേക്ക് ചെല്ലുക. മോളെ എന്നും പറഞ്ഞ് വിളിച്ച്, എന്നിട്ട് എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മയും അച്ഛനെയും കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചോ മോളെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടെന്ന് പറയില്ല കൂട്ടാ, ആര് വഴക്ക് പറഞ്ഞാലും ചെറിയച്ഛൻ്റെ കൂടെ മോളൊന്ന് പുറത്ത് പോയിട്ടോ, ഇപ്പോഴേ നമുക്ക് പോയി ബട്ടർഫ്ലൈ വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയച്ഛൻ മോളിൽ നിന്നതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.